പത്തനംതിട്ട ജില്ലയിൽ പ്രളയഭീതി അകലുന്നു. രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ച മത്സ്യബന്ധന ബോട്ടുകളുമായി മത്സ്യത്തൊഴിലാളികളും മറ്റു ജില്ലകളിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ മടങ്ങി. വെള്ളക്കെട്ട് ഒഴിഞ്ഞതോടെ വെള്ളം മൂടിക്കിടന്ന ഭാഗങ്ങളിൽ അടിഞ്ഞ ചെളിയും മാലിന്യങ്ങളും നീക്കി നാടിനെ പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള പരിശ്രമത്തിലാണ് വിവിധ സംഘടനകൾ അടക്കമുള്ളവർ. റിപ്പോർട്ടിലേക്ക്. ഈ മാസം 1-ന് പുലർച്ചെയുണ്ടായ അപ്രതീക്ഷിതമായ പ്രളയം ആദ്യം റാന്നി നഗരത്തെയാണ് ബാധിച്ചത്. പിന്നീട് ആറന്മുളയിലും തിരുവല്ലയിലും അടക്കം ജില്ലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അതിവേഗം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയതിനാൽ ജില്ലയിൽ ആളപായമുണ്ടായില്ലെങ്കിലും വൻ നാശനഷ്ടങ്ങളാണ് പ്രളയം വരുത്തിവെച്ചത്. 2018-ലെ മഹാപ്രളയത്തിന് ശേഷം ആദ്യമായി ആറന്മുള അടക്കമുള്ള പ്രദേശങ്ങളിൽ കൊല്ലത്ത് നിന്നടക്കം മത്സ്യബന്ധന ബോട്ടുകളും മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിനായി എത്തിച്ചേരേണ്ട അവസ്ഥയുണ്ടായി. 1-ാം തീയതിക്ക് മുൻപ് ബസ്സും കാറും ബൈക്കുമെല്ലാം ഓടിയ ജില്ലയിലെ റോഡുകളിൽ വലിയ മോട്ടോർ ഘടിപ്പിച്ച മത്സ്യബന്ധന ബോട്ടുകൾ ഓടിച്ച് വീടുകളിൽ കുടുങ്ങിയവരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്ന അവസ്ഥയുണ്ടായി. എന്നാൽ പിന്നീട് മഴ ദുർബലമായതോടെ 5 ദിവസങ്ങൾക്ക് ശേഷം റോഡുകളെല്ലാം പൂർവ്വസ്ഥിതിയിലായി. 2018-ൽ ഇവിടെ രക്ഷാപ്രവർത്തനത്തിനെത്തിയ ആളുടെ നേതൃത്വത്തിലാണ് 3-ാം തീയതി മുതൽ തങ്ങൾ ആറന്മുളയിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയെന്ന് കൊല്ലം വാടിക്കടപ്പുറത്തുനിന്നെത്തിയ മത്സ്യത്തൊഴിലാളി ജോയ് ആന്റണി പറഞ്ഞു. ആറന്മുള നിവാസികളിൽ നിന്നും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവരിൽ നിന്നും വലിയ സ്നേഹവും സഹകരണവുമാണ് ലഭിച്ചതെന്നും ജോയ് ആന്റണി പറഞ്ഞു. ഏതാണ്ട് ഒരു 10ഓളം വള്ളങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് രക്ഷാപ്രവർത്തനത്തിന്. അതിൽ 2018-ൽ വന്ന കുറച്ച് ആൾക്കാരുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ ഞങ്ങളുടെ കൂടെയുണ്ട്. അയാളുടെ നിയന്ത്രണത്തിലാണ് ഞങ്ങൾ ഈ രക്ഷാപ്രവർത്തനം നടത്തി. അയാൾക്ക് പല വഴികളും ഈ കായലിലൂടെ നേരത്തെ പോയതുകൊണ്ട് അയാൾക്ക് കൂടുതൽ അറിയാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അയാൾ കൂടുതൽ ആൾക്കാരെ രക്ഷപ്പെടുത്തി ഞങ്ങൾ അതിനോട് സഹകരിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആറന്മുളയ്ക്ക് ഇനിയും ഒരാവശ്യമുണ്ടായാൽ വീണ്ടും വരുമെന്നും മത്സ്യത്തൊഴിലാളികൾ പറഞ്ഞു. വെള്ളക്കെട്ടൊഴിഞ്ഞതോടെ റോഡിലടക്കം അടിഞ്ഞ ചെളിയും മാലിന്യങ്ങളും നീക്കി നാട് പഴയ സ്ഥിതിയിലാക്കാനുള്ള പരിശ്രമത്തിലാണ് സന്നദ്ധ സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും. ഭരിക്കുന്ന പാർട്ടി എന്ന ഉത്തരവാദിത്തത്തോടെ കോൺഗ്രസ് പ്രവർത്തകരും ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമാണ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കിടെ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായെങ്കിലും MLA അബിൻ വർക്കിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് വിവിധ പഞ്ചായത്തുകളിലെ കോൺഗ്രസ് പ്രവർത്തകരും ജനപ്രതിനിധികളും ശുചീകരണ ജോലികൾക്കായി എത്തിയതെന്ന് കോഴഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോമോൻ പുത്തമ്പരയ്ക്കൽ പറഞ്ഞു. MLAയുടെ നേതൃത്വത്തിൽ ശക്തമായ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി വെള്ളം കുറച്ച് താണിരിക്കുകയാണ്. അപ്പം ഇന്നലെ വൈകിട്ട് യാദൃശ്ചികമായിട്ട് 11:45-ന് ശേഷം ഒരു അപകടം MLAയ്ക്ക് ഉണ്ടായി. ആ MLAയ്ക്ക് അപകടം ഉണ്ടായതിനോട് അനുബന്ധിച്ച് അദ്ദേഹം ഞങ്ങളെ ആ കിടപ്പിൽ തന്നെ നമ്മളെ വിളിച്ചു പറയുകയുണ്ടായി. അടുത്ത ദിവസങ്ങളിൽ ക്ലീനിങ് കൃത്യമായി നടക്കണം എന്ന് പറഞ്ഞതനുസരിച്ച് ഇന്ന് കോൺഗ്രസിൻ്റെ പല പഞ്ചായത്തിലെ പ്രവർത്തകരെല്ലാവരും കൂടെ ചേർന്ന് ആറന്മുള ഐക്യമുക്ക് ആറന്മുള അമ്പലത്തിൻ്റെ സമീപം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യുവാൻ എത്തിയിരിക്കുകയാണ്. അരമണിക്കൂർ മുമ്പെയാണ് നമ്മളെല്ലാവരും എത്തി ഇതിന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. വരും ദിവസങ്ങളിൽ തങ്ങൾ ഏറ്റെടുക്കുന്ന ഏറ്റവും വലിയ ദൗത്യങ്ങളിലൊന്നാണ് പ്രളയം ബാധിച്ച പ്രദേശങ്ങളിലെ ക്ലീനിംഗ് ജോലിയെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ പറഞ്ഞു. ഇനിയും വരുന്ന അല്ലെങ്കിൽ ഇന്ന് തൊട്ട് ഇനിയും നാളെയും മറ്റന്നാളും ഒക്കെയായി ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു ദൗത്യം എന്ന് പറഞ്ഞാൽ ആളുകളോടൊപ്പം നിന്നുകൊണ്ട് ഈ പരിസര പ്രദേശങ്ങളിലെ ചെളിയും ബാക്കിയുള്ള അഴുക്കും എല്ലാം ക്ലീൻ ചെയ്ത് അവർക്ക് സഹായമാവുക എന്നുള്ളത്. അത് യൂത്ത് കോൺഗ്രസും ഈ പറയുന്ന കോൺഗ്രസിൻ്റെ ആളുകളും പഞ്ചായത്ത് വൈസുള്ള മെമ്പർമാരും അടക്കമുള്ള എല്ലാ ആളുകളും ഇതിന് ഒറ്റക്കെട്ടായിട്ട് ഇവിടെയുണ്ട്. ദൂരദർശൻ ന്യൂസ്, പത്തനംതിട്ട.